ടെല്ലവീവും ഹൈഫയും നിലംപരിശാക്കും. ഇസ്രായേലിനെ വിറപ്പിച്ച് ഇറാന്റെ ഭീഷണി വന്നിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇറാന്റെ അതിശക്തമായിട്ടുള്ള താക്കീതുണ്ട്. ആണവായുധ കേന്ദ്രത്തിന് മുകളിലും ഇറാന്റെ ഡ്രോൺ വേട്ട നടക്കുകയാണ്. അതീവ സുരക്ഷിതമെന്ന് കരുതിയ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷാ കവചവും തകരുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ സങ്കീർണവും അപകടകരവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകളാണ് അടുത്തിടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇറാന്റെ പിന്തുണയുള്ള മിലിഷ്യകൾ ഉപയോഗിക്കുന്ന ഹ്രസ്വദൂര കാമികാസെ ഡ്രോണുകൾ ഇറാഖിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ മേഖലയിൽ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ആശങ്ക ഉയർത്തുകയാണ്. അതായത് അമേരിക്ക അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത്. കാരണം അത്രയേറെ പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. ഈ ഒരു ആക്രമണത്തിൽ US ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും ഒരു പ്രധാന വ്യോമ പ്രതിരോധ റഡാറും ലക്ഷ്യമിട്ടതായിട്ട് കരുതപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ ദൃശ്യങ്ങൾ ഈ ഒരു സംഭവത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുകയാണ്. പ്രചരിക്കുന്ന വീഡിയോയിൽ കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ കാണപ്പെടുന്നുണ്ട്. ഡ്രോൺ അതിവേഗത്തിൽ അവയിലേക്ക് അടിക്കുകയും പ്രധാന റോട്ടറിന് സമീപം എത്തുകയും ചെയ്യുന്ന ദൃശ്യം വ്യക്തമായി കാണാം. സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് വീഡിയോ വിച്ഛേദിക്കപ്പെടുന്നതിനാൽ തന്നെ യഥാർത്ഥ നാശനഷ്ടത്തിന്റെ അളവ് വ്യക്തമല്ല എങ്കിലും കുറഞ്ഞത് ഒരു ഹെലികോപ്റ്റർ എങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തരം FPV ഡ്രോണുകൾ ചെലവ് കുറഞ്ഞതും കൃത്യത ഏറിയതുമായിട്ടുള്ള ആയുധങ്ങളായി മാറിയിരിക്കുന്നതും പരമ്പരാഗത സൈനിക സംവിധാനങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ് ഈ സംഭവം വീണ്ടും വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് ഏൽക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് ചെറുതല്ല. അത് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ആക്രമണം നടന്നതായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന സ്ഥലം വിക്ടറി ബേസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രമാണ്. ഇതാണ് ഇറാന്റെ മറുപടി, ഇറാന്റെ കരുത്ത്. ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ഈ ഒരു താവളം അമേരിക്കൻ സൈന്യത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്നു. ലക്ഷ്യമിട്ട ഹെലികോപ്റ്റർ സൈക്കോർ സ്കൈ UH-16 ബ്ലാക്ക് ഹോക്കിന്റെ HH-60M മേഡാവാഗ് വകഭേദമായിരിക്കുമെന്നാണ് സൂചന. എന്നാൽ സാധാരണയായിട്ട് മെഡിക്കൽ ഉപയോഗം സൂചിപ്പിക്കുന്ന റെഡ് ക്രോസ് അടയാളങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു യുദ്ധ സാഹചര്യങ്ങൾ മെഡിക്കൽ അടയാളങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നതിന് പിന്നാലെ വലിയ ആശങ്കയാണ് അമേരിക്കയ്ക്കുള്ളത്. ഇനി മറ്റൊരു ആശങ്കാജനകമായിട്ടുള്ള വിവരവും കൂടി പുറത്തു വരികയാണ്. അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ആണവായുധങ്ങളും B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബറുകളും സൂക്ഷിക്കുന്ന താവളത്തിന് മുകളിലൂടെ ഡ്രോൺ കടന്നുകയറ്റം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇറാന്റെ കരുത്ത് അമേരിക്കയുടെ മുന്നിൽ ഉയരുമ്പോൾ അമേരിക്ക വളരെ ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വെല്ലുവിളിച്ച് ആ വെല്ലുവിളികളുടെ മുകളിൽ ഇരിക്കുന്ന ട്രംപിനെ ഏത് വിധേനയും വീഴ്ത്താനുള്ള നീക്കങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് അകത്തേക്ക് ഇറാന്റെ ഡ്രോണുകൾ എത്തിപ്പെടുകയാണ്. എന്തായാലും ഇത് യുദ്ധത്തിന്റെ സ്വഭാവം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അതായത് ചെറുതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ഡ്രോണുകൾ പോലും അതീവ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന സൈനിക കേന്ദ്രങ്ങളെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ളവയായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ തന്നെ ഇറാന്റെ ശക്തമായിട്ടുള്ള സൈനിക ഘടകമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് മറ്റൊരു വലിയ അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു US F/A-80 ഹോർനെറ്റ് യുദ്ധവിമാനത്തെ ലക്ഷ്യം വെച്ച് വിജയകരമായി ആക്രമിച്ചതായിട്ട് അവർ പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ആക്രമണം നടന്ന സ്ഥലം, നാശനഷ്ടത്തിന്റെ തോത്, പൈലറ്റിന്റെ അവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കൻ സൈന്യം ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത് ഇറാന്റെ ഒരു പ്രതികാരമാണ്. ഇറാനെ തോണ്ടി അങ്ങോട്ട് പോയി അമേരിക്ക വാങ്ങിക്കൂട്ടിയ ഒരു വിനാശകരമായിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പറന്നുയർന്ന ഒരു യുദ്ധവിമാനത്തിന് സമീപം പെട്ടെന്നൊരു മിന്നൽ പോലെയുള്ള സ്ഫോടനം സംഭവിക്കുന്നതായിട്ട് കാണുന്നു. തുടർന്ന് വിമാനം അസ്ഥിരമാകുന്നതും പുക പുറത്തുവിടുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതൊരു ആകാശ ഏറ്റുമുട്ടലിന്റെ സൂചനയായിട്ട് ചിലർ വിലയിരുത്തുന്നുവെങ്കിലും ഈ ദൃശ്യങ്ങൾ സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രമല്ല മുൻകാലങ്ങളിലും സമാനമായിട്ടുള്ള അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെടാതെ പോയിട്ടുള്ളതിനാൽ തന്നെ ഇത്തരം വിവരങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ വ്യക്തമാണ്. വലിയ സൈനിക സജ്ജീകരണങ്ങളെയും വില കൂടിയ ആയുധങ്ങളെയും മറികടന്ന് ചെറുതും കൃത്യതയും ഏറിയതുമായിട്ടുള്ള ഡ്രോണുകൾ ഇപ്പോൾ യുദ്ധഭൂമിയിലെ നിർണായക ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരമ്പരാഗത സൈനിക ശക്തികളുടെ മേൽക്കൈമയും അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഭാവിയിലുള്ള യുദ്ധങ്ങൾ കൂടുതൽ അസമമായതും അനിശ്ചിതത്വപൂർണമായതുമാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ അമേരിക്കയ്ക്കും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ കരുത്ത് കൂടുന്നതാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ചെറിയതായിരുന്നെങ്കിലും നിർണായകമായിട്ടുള്ള ആക്രമണങ്ങൾ വലിയ യുദ്ധങ്ങൾക്ക് തുടക്കമാകാൻ ഇടയാകുമെന്നതിന്റെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു പ്രധാന ആശങ്ക എന്ന് പറയുന്നതും ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നടക്കുന്ന ഓരോ നീക്കവും ലോകം വലിയ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പശ്ചിമേഷ്യയിൽ സംഘർഷം ദിനം പ്രതി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പുതിയ സൈനിക നീക്കങ്ങളും കടുത്ത വാക്കേറ്റങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. അതായത് അമേരിക്കയുടെ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് അധിക സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അവസ്ഥ കൂടുതൽ ഗൗരവകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് 82ാം അർബോണെ ഡിവിഷൻ എന്ന വേഗത്തിൽ വിന്യസിക്കാവുന്ന സൈനിക വിഭാഗത്തെ രംഗത്തിറക്കാനുള്ള സാധ്യതകൾ ചർച്ചയായത് അമേരിക്ക നേരിട്ടിടപെടാൻ തയ്യാറെടുക്കുകയാണോ എന്ന സംശയം ശക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ശക്തമായിട്ടുള്ള സൈനിക ഘടകമായിട്ടുള്ള IRGC കർശന മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിയൻ മണ്ണിൽ കരസേന നടപടി നടത്താൻ ശ്രമിച്ചാൽ അതിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കി. പ്രത്യേകിച്ച് അമേരിക്കൻ ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്ത്, അതായത് യുദ്ധപ്രിയരായ നേതാക്കളുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ കുട്ടികളെ യുദ്ധത്തിലേക്ക് അയക്കരുത് എന്ന സന്ദേശം നൽകിയത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സാധാരണ സൈനിക മുന്നറിയിപ്പിനേക്കാൾ ഒരു മാനസിക യുദ്ധതന്ത്രമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും IRGCയുടെ പ്രസ്താവനയിൽ ഉപയോഗിച്ച ഭാഷ അതീവ കടുപ്പമുള്ളതായിരുന്നു. ഇറാനിയൻ ഭൂമിയിൽ കടന്നു കയറുന്ന സൈന്യങ്ങൾ ദശലക്ഷക്കണക്കിന് വരുന്ന ജനസമുദ്രത്തിൽ മുങ്ങിപ്പോകുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പിൽ കടുപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്ക അടപടലം താഴേക്ക് വീഴും, അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകും എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ വാക്കുകൾ ഇറാൻ തന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതും ഭയക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയേറെ കടുപ്പിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഇറാൻ ഒരു മടിയുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇതെല്ലാം പറയുമ്പോൾ എതിരാളികളെ ഭീതിയിലാക്കാനുള്ള ശ്രമവുമാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം അമേരിക്കൻ പെട്രോൾ പമ്പുകളിലും ഇറാന്റെ തെരുവുകളിലും ടെൽ അവീവ്, ഹൈഫ നഗരങ്ങളിലെ ആകാശത്തിലും അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സംഘർഷം വ്യാപകമാക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള വിയോൺ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇറാനിലെ പ്രധാന എണ്ണ കേന്ദ്രമായിട്ടുള്ള ഗാർക്ക് ദ്വീപിനെ ലക്ഷ്യമിട്ട് കരസേന നടപടി ഉണ്ടാകുമെന്ന് സൂചനകൾ ഉയർത്തുന്നുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ ആഗോള എണ്ണ വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ IRGC തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങളെ കുറിച്ചും വൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ ഇമാദ്, ഖിയാം, ബൊറേ ഷഹർ 4, ഖാദർ എന്നീ കൃത്യതയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിലുടനീളം 70-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ട് അവർ പറയുകയാണ്. ടെലവീവ്, ഹൈഫ, ഡിമോണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞതാണ് ഡിമോണയിലെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും IRGCയുടെ പ്രസ്താവനയിൽ ഉപയോഗിച്ച ഭാഷ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ടെൽ അവീവിനെയും ഹൈഫയും നിലം പരിശാക്കും എന്നൊരു മുന്നറിയിപ്പും കൂടി ഈ പറയുന്ന ഇറാൻ നൽകുകയാണ്. അവരുടെ സൈനിക നിലപാടിന്റെ കടുപ്പം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പോരാട്ടം അവരുടെ രക്തസാക്ഷി നേതാക്കളുടെ പാത പിന്തുടരുന്നതാണ് എന്ന വാക്കുകൾ ആശയപരമായിട്ടും വികാരപരമായിട്ടും ഈ സംഘർഷം എത്രത്തോളം ആഴത്തിൽ നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തങ്ങളുടെ പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് 700-ലധികം മിസൈലുകളും 3600 ഡ്രോണുകളും ഉപയോഗിച്ചതായിട്ട് IRGC അവകാശപ്പെടുന്നു. നോക്കിക്കേ, എത്രയധികം ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്.
ഇതെല്ലാം നടക്കുമ്പോൾ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ 200-ലധികം ശത്രു വിമാനങ്ങളെ തടഞ്ഞു നശിപ്പിച്ചതായും അവർ സമ്മതിക്കുന്നുണ്ട്. ഈ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ വിവര യുദ്ധത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണവും അനിശ്ചിതത്വപൂർണവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും സൈനിക സജ്ജീകരണം ശക്തിപ്പെടുത്തുമ്പോൾ മറുവശത്ത് ഇറാൻ കടുത്ത പ്രതികാര നിലപാടിലാണ് നിൽക്കുന്നത്, അതും സ്വീകരിക്കുന്നത്. ഈ ഒരു സംഘർഷം നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രദേശപരിധി വിട്ട് ആഗോളതലത്തിൽ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ലോകം നോക്കുന്നത് നയതന്ത്രവും ഈ സംഘർഷത്തെ നിയന്ത്രിക്കുമോ എന്നുള്ളത് കൂടിയാണ്. അതും സൈനിക നീക്കങ്ങൾ അതിനെ കൂടുതൽ രൂക്ഷമാക്കുമോ എന്നതും ഒരു മറ്റൊരു തരത്തിൽ പറയുമ്പോൾ അതൊരു നിർണായകമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. കാരണം രാഷ്ട്രീയ പ്രസ്താവനകളും സൈനിക തയ്യാറെടുപ്പുകളും തമ്മിലുള്ള ഈ ഒരു സംഘർഷ രേഖയിൽ ചെറിയൊരു തെറ്റായ നീക്കം പോലും വലിയ യുദ്ധത്തിന് വഴിവെക്കാമെന്ന ഭീതിയാണ് നിലനിൽക്കുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നതിനാൽ തന്നെ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഈ യുദ്ധം അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ സൈനികരെ കൂടുതൽ വിന്യസിപ്പിക്കുന്നു, ഇറാൻ കടുത്ത നിലപാടെടുക്കുന്നു, ഇറാൻ അവിടുത്തെ ജനങ്ങളോട് ഒരു ആഹ്വാനം പറയുന്നു. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ സൈനികരായിട്ട് വിടരുത്, അത് പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ടുണ്ടാകുകയാണ്. അതായത് കടുത്ത നിലപാട്, ഇനി എന്ത് വന്നാലും ശരി എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. ചോരയ്ക്ക് ചോര എന്നുള്ള രീതിയിലേക്ക് ഇറാന്റെ നയതന്ത്രങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും യുദ്ധത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്നായിരിക്കും ഇത് അവസാനിക്കുക എന്നത് നോക്കിക്കാണേണ്ടി വരും. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും തുടരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വലിയൊരു നാശനഷ്ടം ഉണ്ടാകേണ്ടി വരും. ഇറാന്റെ പ്രഹരശേഷിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകാതെ അവസാനം ഈ ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഈ പറയുന്ന ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും എന്നതാണ് ഒരു വാസ്തവം.